മറ്റേ ടോണറാണ്. ബാക്കിൽ ആരാണ് നസ്മിൻ? ഇക്കതാ എത്തി. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വ്ളോഗ് ഭയങ്കര ഒരു ചെറിയ സിമ്പിൾ പരിപാടിയാണ്. ഇന്ന് ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട്. അപ്പോൾ ബേസിക്കലി നമ്മൾ എൻ്റെ വീട്ടിൽ നിന്നോ അവൻ്റെ വീട്ടിൽ നിന്ന് ഉമ്മ ആരെങ്കിലുമൊക്കെ വരുമ്പോഴാണ് പ്രോപ്പറായിട്ട് എന്താണ് വീട്ടിൽ മേടിക്കേണ്ടതെന്ന് ആലോചിച്ചുകൊണ്ട് പോയി മേടിക്കാറുള്ളത്. അപ്പോൾ ഇന്ന് ഉമ്മ വരുന്നതുണ്ട്. നമ്മളിന്ന് കുറച്ച് അടുക്കളയിലേക്ക് ആയിട്ട് കുറച്ച് സാധനങ്ങളും അങ്ങനത്തെ ഒരു ചെറിയ ഒരു ഷോപ്പിംഗ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ എനിക്ക് കുറച്ച് കോസ്മെറ്റിക് സാധനങ്ങൾ മേടിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. അത് ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ കാർട്ട് ചെയ്ത് വെച്ചേക്കാണ്. അപ്പം അതും നമ്മൾ മേടിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഉള്ളൊരു ചെറിയ വ്ളോഗ് പരിപാടിയാണ്. അപ്പോൾ ആദ്യം ഞാനൊന്ന് റെഡി ആവുകയാണ്. സോ ഫസ്റ്റ് നമ്മൾ റെഡി ആവാൻ പോവാണ്. ഇന്ന് ഞാൻ ഇടുന്നൊരു പിങ്ക് ഷർട്ടാണ്. ഇതൊരു ഭയങ്കര സുഖമുള്ളൊരു ഷർട്ടാണ് കേട്ടോ. കുറച്ച് ലൂസ് ഫിറ്റാണ്, അതിനൊരു ലൂസ് ഡെനിം ഉണ്ട്. പിന്നെ മുകളിൽ കിടന്ന പെട്ടികൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ തൽക്കാലത്തേക്ക് റൂം ഇപ്പോഴത്തേക്ക് മാറിയായിരുന്നു. അപ്പോൾ ഇവിടെയായിരുന്നു നമ്മളൊരു സ്റ്റോറേജ് റൂം പോലെ വെച്ചത്. അപ്പോൾ എല്ലാ പെട്ടികളും മുകളിൽ ഇരിക്കുന്നത് ഞാൻ പതിയെ അങ്ങോട്ടേക്ക് എടുത്ത് മാറ്റും. അപ്പോൾ തൽക്കാലം നമ്മൾ അതെല്ലാം മായിച്ചു എന്നെ മാത്രം ഫോക്കസ് ചെയ്താൽ മതി. അപ്പോൾ ഫേസിൽ നമ്മൾ ജസ്റ്റ് ഒരു കാഷ്വലി പുറത്ത് പോകണം. അപ്പോൾ ഒരുപാടൊന്നും നമുക്ക് ചെയ്യാനില്ല. നമ്മൾ ആദ്യം ഫേസ് വാഷ് ഒക്കെ ഉപയോഗിച്ചു, എന്നിട്ടൊന്ന് ടോൺ ചെയ്തു, എന്നാൽ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തു. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് സൺസ്ക്രീനാണ്. ഇപ്പം ഓൾമോസ്റ്റ് വൈകുന്നേരം ആവാറായി വരുന്നുണ്ട്. ബട്ട് എന്നാലും സൺസ്ക്രീൻ മസ്റ്റാണ്. കാരണം കുറേ പേര് വിചാരിക്കും ഇപ്പോൾ 5 മണിയൊക്കെ ആവാറായാലെങ്കിൽ നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിക്കണോ എന്നൊരു തോട്ട് എപ്പോഴും ഞാൻ ചില സമയം സ്കിപ്പ് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലായി ചെയ്യാൻ പാടില്ല. എത്രത്തോളം വെളിച്ചം പുറത്തുണ്ടോ അതുവരെ നമ്മൾ മൊത്തം സൺസ്ക്രീൻ ഉപയോഗിക്കണം എന്നാണ് ഞാൻ ഇപ്പോൾ കണ്ടുപിടിച്ചേക്കുന്നത്. അപ്പം എന്തായാലും സൺസ്ക്രീൻ മസ്റ്റാണ്. വേറെ നമ്മൾ ഫേസ് പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന സൺസ്ക്രീൻ ആയുഗ കാശ്മീരി സാഫ്രോൺ ആണ്. ഞാൻ നോർമലി ഉപയോഗിക്കുന്ന സൺസ്ക്രീൻ വേറെയാണ്. പക്ഷേ ഇത് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചു. ബിക്കോസ് ഇവരുടെ തന്നെ മോയ്സ്ചറൈസർ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. സെയിം ആയുഗൻ്റെ ഒരു സാഫ്രോൺ ആൻഡ് ഇറ്റ്സ് റിയലി നൈസ്. അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെടാൻ ഇപ്പോഴും ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന മോയ്സ്ചറൈസർ അതാണ്. അപ്പം അവരുടെ ഒരു അടുത്ത പ്രോഡക്റ്റ് എന്ന രീതിയിൽ സൺസ്ക്രീനും കൂടെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ ആയുഗ ക്ലൈം ചെയ്യുന്നത് ഈ ഒരു സൺസ്ക്രീൻ നമുക്ക് യൂസ് ചെയ്യുമ്പോൾ ജസ്റ്റ് സൺ പ്രൊട്ടക്ഷൻ്റെ കൂടെ തന്നെ ഒരു നാച്ചുറൽ ഗോൾഡൻ ലോങ് ലാസ്റ്റിംഗ് ഗ്ലോയും നമുക്ക് തരും എന്നുള്ളതാണ്. നമ്മുടെ സ്കിന്നിലേക്ക് വരുന്ന ഈ സൺലൈറ്റിന്റെ UVA UVB റേസ്, ഇതുപോലത്തെ റേസ് നമ്മുടെ സ്കിന്നിൽ തട്ടാതെ നമ്മുടെ സ്കിന്നെ ഡാമേജ് ചെയ്യാതെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു SPF 50 ഉള്ള സൺസ്ക്രീൻ ആണ് ഇത്. ആൻഡ് ഇതിൽ ഹാൻഡ് പിക്ഡ് സാഫ്രോൺ എക്സ്ട്രാക്ട്സ് ആണ് അവർ യൂസ് ചെയ്തേക്കുന്നത്. ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് പറഞ്ഞത് സാഫ്രോൺ ജാസ്മിൻ ആണ്. സാഫ്രോൺ നമുക്കറിയാം ഒരു റിച്ച് ആന്റി ഓക്സിഡന്റ് ആണ്. നമ്മുടെ സ്കിന്നിലെ മെലാനിൻ പ്രൊഡക്ഷൻ ഒക്കെ റിഡ്യൂസ് ചെയ്യും. ആൻഡ് ജാസ്മിൻ ഭയങ്കര ഒരു സൂത്തനിങ്, കാമിങ് and oil production control ചെയ്യാനും help ചെയ്യും നമ്മുടെ ഫേസിൽ. And saffron anti-sun damage ingredient ആയിട്ട് act ചെയ്യും because it has crocin which treats oxidative damage from sun. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ സൺസ്ക്രീൻ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, നോൺ ഗ്രീസി, നോൺ ഓയിലി ആണ് ആൻഡ് വെരി ഈസി ടു അബ്സോർവ് ആണ് നമ്മുടെ സ്കിന്നിലേക്ക്. പിന്നെ ഈ സൺസ്ക്രീൻ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ ഫേസിൽ മറ്റേ വൈറ്റ് കാസ്റ്റ് വരില്ല. അപ്പം അങ്ങനത്തെ ഒരു പേടി വേണ്ട. It's SPF 50 PA++++ and ഇത് ബ്ലൂ ലൈറ്റ് പ്രൊട്ടക്ഷൻ നൽകുന്നുണ്ട്. NOOR20 എന്ന് പറഞ്ഞ കൂപ്പൺ കോഡ് ഉപയോഗിച്ച് 20% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ സൺസ്ക്രീൻ കഴിഞ്ഞു. ഈ ജസ്റ്റ് ഒന്ന് അണ്ടർ ഐ ടച്ച് ചെയ്യുക, പിന്നെ ഒരു കോമ്പാക്റ്റ് ഉപയോഗിക്കുക, ഐബ്രോസ് ഒന്ന് ടച്ച് ചെയ്യുക, ലിപ്സ്റ്റിക് ഇടുക, ഡൺ. നമ്മൾ ഓൾ സെറ്റാണ്. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നേരെ ഇറങ്ങി പോകുന്ന വഴിക്ക് പറ്റുമെങ്കിൽ നമ്മളൊരു ചായ കുടിക്കും. കാരണം നല്ല തലവേദനയുണ്ട്. ഇടയ്ക്ക് എനിക്ക് ശീലം കുറച്ച് കുറഞ്ഞതാണ്. സ്ഥിരമായിട്ട് ചായ കുടിക്കാതെ കൂടി ഇപ്പം വീണ്ടും ചായ എന്നുള്ളൊരു ക്രേവിങ് വന്നു തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് രാവിലത്തെ ചായ സ്കിപ്പ് ചെയ്യുമ്പോൾ ഓക്കെ ആയി തുടങ്ങി. പക്ഷെ വൈകുന്നേരം ഒരു ചായ എങ്കിലും കുടിച്ചില്ലെങ്കിൽ ഇങ്ങനൊരു മന്ദത വരാറുണ്ട്. സോ നമ്മൾ എന്തായാലും പോകുന്ന വഴിക്ക് ഒരു ചായയൊക്കെ കുടിച്ച് നേരെ ഷോപ്പിംഗ് പോകുന്നതായിരിക്കും. എനിക്ക് കോഫി അല്ല, ചായ വേണം, കോഫി വേണം, തലവര കോഫി അല്ലേ? മീൻപത്രിയും ഒരു വാഴയ്ക്കപ്പം. അങ്ങനെ മൂസിൽ എത്തിയിട്ടുണ്ട് നമ്മുടെ കൂടെ. നമ്മൾ നേരെ പോവാ. ഇവൾക്ക്
ഇവൻ നിനക്ക് എന്തൊക്കെയാ വേണമെന്നല്ല ഫേസ് വാഷ് സൺസ്ക്രീൻ എല്ലാം വേണമെന്ന് പറഞ്ഞേക്കാണ്. എത്തില്ല ഇനി താഴെ സീറോയില്ല. അപ്പൊ നമ്മൾ രണ്ടുപേരും കൂടി താഴെ പോയി കുറച്ച് കോസ്മെറ്റിക് സ്കിൻ കെയർ മേക്കപ്പ് അങ്ങനത്തെ ഷോപ്പിംഗ് ഫൈവ് അതുകൊണ്ട് വന്നില്ല. ഞാൻ ഫൈവ് വന്നില്ല, ഞാൻ ഇവിടെ നിങ്ങൾ പോയിക്കോളെന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് പോയി എന്താ നോക്കിട്ട് ഗൈസ് എത്തി ഗൈസ്. മറ്റേ ടോണറാണ്, നല്ലതാണ്. അങ്ങനെ ഞാനും മേടിച്ചു, അവനും മേടിച്ചു. ഫുഡ് കഴിക്കാൻ ഒരു സ്ഥലം പോലും കണ്ടുപിടിക്കാതെ കുറെ റെസ്റ്റോറന്റ് പേരുകൾ തേരാപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് എനിക്കിപ്പോ വിശക്കണില്ല. സോ പർച്ചേസ് ഒക്കെ കഴിഞ്ഞു. ഹൈപ്പറിലെ സാധനങ്ങൾ ഓൾറെഡി നമ്മൾ കൊണ്ട് ബാക്കിൽ ലോഡ് ചെയ്തായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞും ഉമ്മക്ക് എത്താറായി. അവർ ചേർത്തല കഴിയുമ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് കൃത്യം അവരെത്തുന്നൊരു സമയമാകും. അപ്പോൾ ലെറ്റ്സ് ഗോ ആൻഡ് ഹാവ് സം ഫുഡ്. എന്റെ പൊന്നാണോ? എങ്ങനെയുണ്ട് ബസ് വന്നിട്ട്? ഉറങ്ങിയ കൊള്ളാവോ ബസ്? ബാക്കിൽ ആരാണോ നസ്മിൻ? എത്തി നസ്മിനെ അത് കേട്ടില്ല. മര്യാദക്ക് ഫൈൻ സഫർ എന്നാണ് കേക്കോളൂ. പോയിന്നറിയാൻ പാടില്ല താരി. ഇന്നലെ എന്റെ അമ്മയായിട്ട് ബീച്ചിൽ പോയായിരുന്നു. നീ ഇപ്പൊ പറഞ്ഞോണ്ടിരുന്ന കാര്യം ഒരു സെക്കൻഡ് കൊണ്ട് എങ്ങനെ മാറി? അടുത്ത കാര്യത്തിലോട്ട് പോയല്ലോ നീ. 0.1 സെക്കൻഡ് ആണോ? ബാക്കിൽ ആരാ ഇരിക്കുന്നത്? പേരോട് പറ. മുസമ്മ. പേരങ്ങോട്ട് കിട്ടുന്നില്ല. മുസമ്മ മുഹസിൻ എന്ന മുസിൻ മമ്മ. അതന്നെ മുസിൻ മമ്മ. എവിടെ നില്ല സമൂസ കൈ പിടിച്ചോ. ഫുഡ് കഴിക്കാം. നമ്മളെ നസ്മിനെയും ഉമ്മയെ വിളിച്ചോണ്ട് വന്നു. എന്തൊക്കെ കഴിക്കുന്നത് പറഞ്ഞോട്ടെ. എന്തൊക്കെ കഴിക്കുന്നത്? ദോശക്കടയാ. ദോശ മടക്കി വെച്ച് പറ്റിച്ചാലോ. ഫായ്മ മോശം ബിരിയാണി വേണമെന്ന് പറഞ്ഞു. ഷോപ്പിന്റെ ബിരിയാണി ഓർഡർ ചെയ്തു. നമ്മള് ദോശ കോഫിയൊക്കെ ഓർഡർ ചെയ്തു. അങ്ങനത്തെ ഫുഡ് ഭയങ്കര മിസ് ചെയ്തായിരുന്നോ? എത്ര മിസ് ചെയ്ത തന്നെ എന്താ വിളിക്കാൻ? തട്ടുദോശ.
സമാധാനായി ഒരു ദോശ നോക്കി കൊടുത്തേ. കഴിക്കാൻ പറ്റുന്നില്ല അമ്മ. ഉസ്സ് പറയുമ്പോ ഇടിക്കും. കൈ കഴിയാൻ ഹസ്ബൻഡ്